ശ്രീ ജയരാജൻ, കോൺഗ്രസും ലീഗും അടങ്ങുന്ന UDF ഇപ്പോൾ കടന്നുപോകുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയുണ്ട്. അത് വലിയ തോതിൽ ചർച്ചയാവുന്നുണ്ട്. ഞാൻ അതിലേക്ക് എത്തുന്നതിന് മുമ്പ് CPI ഇന്നിപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കഴിഞ്ഞു. CPIഎമ്മിൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നാളെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ തീരുമാനങ്ങളും ആ നേതൃയോഗങ്ങളെല്ലാം കഴിഞ്ഞിരുന്നു. നാളെ തീരുമാനമുണ്ടാകും എന്ന നിലയിൽ ആ വാർത്ത നിൽക്കുന്നു. അപ്പോൾ ഇടതുമുന്നണി തെരഞ്ഞെടുപ്പിലേക്ക് സജ്ജമായി തന്നെ മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരു ആദ്യ പടിയായി ഇന്നത്തെ CPIയുടെ ഈ ലിസ്റ്റ് പ്രഖ്യാപനം എന്ന നിലയിൽ അതിനെ കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് വയനാട്ടിൽ രാഹുൽ ഗാന്ധി വീണ്ടും വന്ന് മത്സരിച്ചാൽ രാഹുൽ ഗാന്ധി മത്സരിക്കേണ്ടത് CPIയുടെ തന്നെ ഒരു ദേശീയ നേതാവിനോടാണ് എന്ന് പറയുന്നതിലൂടെ ഇടതുമുന്നണി മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയ സന്ദേശം അതിൽ കാണാനാവുന്നുണ്ട്. ഇപ്പോൾ ശശി തരൂർ മത്സരിക്കുമ്പോൾ ഇപ്പുറത്ത് CPIയുടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളായിട്ടുള്ള പന്ന്യൻ രവീന്ദ്രൻ മത്സരരംഗത്തേക്ക് ഇറങ്ങുന്നു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. BJP അവിടെ ആരെയാണ് ഇറക്കാൻ പോകുന്നത് എന്നത് വ്യക്തമല്ല ഇപ്പോഴും. അപ്പോൾ ആ നിലയിൽ ഇന്ന് ആ പട്ടിക വന്നതുകൊണ്ട് അതേക്കുറിച്ച് ശ്രീ ജയരാജനെ പോലൊരു സീനിയർ ലീഡറോട് ആദ്യത്തെ പ്രതികരണം അതുതന്നെയാകാമെന്ന് വിചാരിക്കുന്നു. അതായത് ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവിയെ സംബന്ധിച്ച് അതിനിർണായകമായിട്ടൊരു തെരഞ്ഞെടുപ്പാണ്. ആ തെരഞ്ഞെടുപ്പിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേരത്തെ തന്നെ തയ്യാറായിട്ടുള്ളത്. എല്ലാ നിലയിലും സജ്ജമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിൻ്റെ യോജിപ്പിൻ്റെ തലം നേരത്തെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുന്നണിക്കകത്ത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ, ഉഭയകക്ഷി ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടേണ്ട വിഷയങ്ങൾ, ഇതൊക്കെ പരിഹരിച്ചുകൊണ്ട് സർവസജ്ജമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി രംഗത്തിറങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് LDFിലെ ഘടക പാർട്ടികൾക്ക് അനുവദിച്ച സീറ്റിൽ നേരത്തെ കേരള കോൺഗ്രസ് മാണി അതിൻ്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇന്നിപ്പോൾ CPI അതിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതായിട്ടാണ് മനസ്സിലാക്കുന്നത്. നാളെ CPMൻ്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള അന്തിമ പട്ടിക പ്രസിദ്ധീകരിക്കും. മുന്നണി പാർട്ടികൾക്കകത്ത് ഓരോന്നിനും ജനാധിപത്യപരമായ ചർച്ച നടത്തിക്കൊണ്ടാണ് സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകുന്നത്. CPIഎം അത്തരമൊരു ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിച്ചതിന് ശേഷമാണ് നാളെ പ്രഖ്യാപിക്കാൻ വേണ്ടി പോകുന്നത്. അതോടുകൂടി LDFിലെ 20 സ്ഥാനാർത്ഥികളും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ജനങ്ങളുമായിട്ട് സംവദിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം അംഗീകരിപ്പിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിലേക്ക് പോവുകയാണ്. ജനങ്ങൾ നല്ല നിലക്ക് അതിനെ സ്വീകരിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. ഈ ഘട്ടത്തിലാണ് UDFിലെ ഭിന്നതകൾ ശക്തമായി വരുന്നത്. നേരത്തെ നമ്മൾ കണ്ടു, കോൺഗ്രസ്സാണ് ഈ UDFിലെ പ്രധാനപ്പെട്ട പാർട്ടി. ആ പാർട്ടിയുടെ അവസ്ഥ എന്താണ്? അവർ സമരാഗ്നി എന്ന പേരിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചു. ഒരു നേതാവിൻ്റെ നേതൃത്വത്തിലാണ് എല്ലാ പാർട്ടികളും പ്രചാരണ പരിപാടികളൊക്കെ നടത്താറുള്ളതെങ്കിൽ ഇവിടെ ഒരു പാർട്ടിയിലെ തന്നെ 2 നേതാക്കന്മാർ അവർ രംഗത്തിറങ്ങുകയാണ്. കാരണം ആരാണ് മുന്നിൽ നിൽക്കേണ്ടത് എന്ന കാര്യത്തിൽ കോൺഗ്രസ്സിന് വ്യക്തതയില്ല എന്നതാണ് ഇത് കാണിക്കുന്നത്. SNDP നേതാവ് വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഈ കാര്യം പരസ്യമായിട്ട് പറഞ്ഞല്ലോ. ഒരു പാർട്ടി അതിന് 2 നേതാക്കന്മാരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആരാണ് മുമ്പൻ എന്നുള്ള വിഷയം ഒരു തർക്കപ്രശ്നമായി ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ആ മുന്നണിയുടെ പേരെന്താണ്? മലയാളത്തിൽ ഐക്യജനാധിപത്യ മുന്നണി എന്നാണ്. ഐക്യജനാധിപത്യ മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ്സിൽ പോലും ഐക്യമില്ലല്ലോ. ആ ഐക്യമില്ലായ്മയുടെ പ്രകടനം ഈ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നടത്തിയിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പ്രത്യക്ഷമായല്ലോ. സാധാരണഗതിയിൽ നേതാക്കന്മാർ തമ്മിൽ ചില കാര്യങ്ങളിലൊക്കെ ഭിന്നാഭിപ്രായങ്ങളുണ്ടാവും. പക്ഷേ ജനാധിപത്യപരമായി പാർട്ടിക്കകത്തൊരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തിൻ്റെ കൂടെ എല്ലാവരും ഒന്നിച്ചു നിൽക്കുന്നതാണ് നമ്മുടെ നല്ല രാഷ്ട്രീയ സംസ്കാരം. ആ രാഷ്ട്രീയ സംസ്കാരം പൊതുവിൽ ജനാധിപത്യ പ്രസ്ഥാനങ്ങളൊക്കെ പിന്തുടരുന്ന സാഹചര്യത്തിൽ എന്താണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥ എന്ന് ഈ ലോകമാകെ കണ്ടല്ലോ. KPCC പ്രസിഡൻറ്റും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും എങ്ങനെയാണ് പരസ്പരം പെരുമാറുന്നത് എന്നതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള തെളിവ് പുറത്തു വന്നല്ലോ. ഒരു DCC പ്രസിഡൻറ്റ് പറയാണ് ഫോൺ ഓണാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു നേതാവ് പറയാണ് ഈ ചാനൽ ക്യാമറകളൊക്കെ ഓണാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്.
അതേക്കുറിച്ചാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നത് അത് സൗഹൃദമാണ്, ഞങ്ങൾ തമ്മിലുള്ള സ്നേഹത്തോടു കൂടിയുള്ള സംഭാഷണമാണ്. ഈ സ്നേഹത്തോടു കൂടിയുള്ള സംഭാഷണം നാട്ടുകാർ കേൾക്കുന്നതിന് എന്താ കുഴപ്പം? DCC പ്രസിഡൻറ്റും മറ്റൊരു കോൺഗ്രസ് നേതാവും ഇങ്ങനെ ചാനൽ ക്യാമറകളൊക്കെ ഓണാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ KPCC പ്രസിഡൻറ്റിനെ ഓർമ്മിപ്പിക്കാൻ ഇടയായിട്ടുള്ള സാഹചര്യം എന്താ എന്ന് പറഞ്ഞാൽ, ഇത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറയാൻ പറ്റാത്ത അങ്ങേയറ്റം സംസ്കാരരഹിതമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചു എന്നതിന് തെളിവ് സമൂഹത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്ന അവസരത്തിലാണ് ഇതിനെ വെള്ളപൂശാൻ വേണ്ടി സതീശനും കൂട്ടരും രംഗത്ത് പറയുന്നത്. അപ്പോൾ നേരത്തെ തന്നെ ഒരു നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രചരണം നടത്തുന്നതിന് പകരം 2 നേതാവ്, ആ 2 നേതാക്കന്മാർ തന്നെ ഈ ജാഥക്കടയിൽ നടത്തിയിട്ടുള്ള തെറിവിളി, അത് കോൺഗ്രസ് സംസ്കാരം എന്താണ് എന്നത് തെളിയിക്കുന്നതാണ്. തീർച്ചയായിട്ടും അതിനൊക്കെ ജനങ്ങളിപ്പോൾ മാർക്കിട്ടിരിക്കുകയാണ്. ഈ ഐക്യജനാധിപത്യ മുന്നണിക്ക് തന്നെ മാർക്കിട്ടിരിക്കുകയാണ്. അതിൻ്റെ വേറൊരു ഭാഗമാണ് ലീഗിൻ്റെ 3ാം സീറ്റ് സംബന്ധിച്ചുള്ള അവകാശവും അതിനെ സംബന്ധിച്ച് ഇപ്പോൾ എത്തി നിൽക്കുന്ന തലവും. ഇതൊക്കെ UDFൻ്റെയും കോൺഗ്രസിൻ്റെയും ആഭ്യന്തര പ്രശ്നമാണ് എന്ന് ചിലർ വാദിച്ചേക്കാം. യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസിനകത്തുള്ള പ്രശ്നങ്ങൾ, കോൺഗ്രസും ലീഗുമായിട്ടുള്ള ഈ തർക്ക പ്രശ്നങ്ങൾ, ഇതൊന്നും അവരുടെ ആഭ്യന്തര പ്രശ്നമായിട്ടാണ് ചിലർ കണക്കാക്കുന്നതെങ്കിലും ആഭ്യന്തര പ്രശ്നം മാത്രമല്ല, അതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ലീഗ് സാമുദായിക രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പാർട്ടിയാണ്. മതന്യൂനപക്ഷങ്ങളുടെ രാഷ്ട്രീയം ഇതാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ വളർന്നു വരുന്ന കോൺഗ്രസിനോടുള്ള അതൃപ്തിയാണ് യഥാർത്ഥത്തിൽ ഞങ്ങൾ 3ാം സീറ്റിന് വേണ്ടി കടുംപിടുത്തം നടത്തും എന്നുള്ള പറച്ചലിലേക്ക് ലീഗിനെ എത്തിച്ചത്. ചിലപ്പോൾ 27ൻ്റെ ലീഗ് നേതൃയോഗത്തോടു കൂടി ഇത് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായിട്ട് മാറിയേക്കാം, അവസാനിച്ചേക്കാം. പക്ഷേ ലീഗ് പ്രതിദാനം ചെയ്യുന്ന ജനവിഭാഗങ്ങൾക്കിടയിൽ ഈ കോൺഗ്രസിൻ്റെ പോക്ക് സംബന്ധിച്ച് അതിശക്തമായിട്ടുള്ള വിമർശനമുണ്ട്. പാലസ്തീൻ വിഷയം സംബന്ധിച്ച് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഗവർണറെ ഈ കാവ്യവൽക്കരണത്തിന് വേണ്ടി കേന്ദ്ര സർക്കാർ നിയോഗിച്ച ഗവർണർമാരുടെ കൂട്ടത്തിൽ കേരളത്തിലെ ആരിഫ് മുഹമ്മദ് ഖാനുമുണ്ട്. പക്ഷേ അദ്ദേഹത്തെ പരസ്യമായിട്ട് ന്യായീകരിക്കാൻ വേണ്ടി VD സതീശൻ ഉൾപ്പെടെയുള്ള, സുധാകരൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വരുമ്പോൾ അത്രത്തോളം പോകാൻ ലീഗ് നേതാക്കന്മാർ തയ്യാറാവാത്തത്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഈ പറയുന്ന സുധാകരനും സതീശനുമായിട്ടുള്ള സീറ്റ് ചർച്ച, ആ ചർച്ചയിൽ അവരുന്നയിച്ചിട്ടുള്ള കാര്യം യഥാർത്ഥത്തിൽ ലീഗ് അണികളിൽ വരുന്ന കോൺഗ്രസിനെതിരായിട്ടുള്ള അമർഷത്തിൻ്റെ ഒരു പ്രകടനമാണ്. പക്ഷേ അതൊക്കെ അവസാനിപ്പിക്കാനാണ് ലീഗ് നേതൃത്വം തയ്യാറാവുന്നത് എന്നാണ് തോന്നുന്നത്. ഏതായാലും മുസ്ലിം ബഹുജനങ്ങളെ ശ്രീ ജയരാജൻ താങ്കൾ പറഞ്ഞതുപോലെ അത് കാത്തിരിക്കേണ്ടത് കൂടിയാണ്, എങ്ങനെയാണ് ലീഗ് ഈ ഒരു വിഷയത്തെ സമീപിക്കുക എന്നുള്ളത്. പക്ഷേ ഇതാ ഇപ്പോൾ വന്ന ഏറ്റവും പുതിയ വിവരം, ഇതൊക്കെ തെളിയിക്കുന്നത് ഇപ്പോൾ വന്ന പുതിയ വിവരം അനുസരിച്ച് നാളെ നടക്കേണ്ട യോഗം മാറ്റിവെച്ചിട്ടുണ്ട്. മറ്റന്നാളായിരിക്കും യോഗം, ലീഗിൻ്റെ യോഗം പാണക്കാട്ട് എന്ന പ്രധാനപ്പെട്ട മറ്റൊരു പുതിയ വിവരം കൂടി വന്നിട്ടുണ്ട് എന്ന് സാന്ദർഭികമായി പറയട്ടെ.